ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് തിരുവത്താഴ് ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക സന്ദേശമാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. ആ സന്ദേശത്തിന്റെ ടൈറ്റിലാണ് ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വമ്പൻ തെറ്റ്. God the Father wants to give us a special message today in relation with the Lord's table, and the title goes like this: The Great Mistake in Christendom. तो आज प्रभु भोज की सेवा के संबंध में परमेश्वर से जो हमें संदेश मिलता है उसका शीर्षक हम इस तरह देना चाहते हैं कि मसीहत में हुआ सबसे बड़ी गलती. ഇന്ന് അതുകൊണ്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത് ദി ബ്ലഡ് ആൻഡ് ദി കവണന്റ് എന്ന സബ് ടൈറ്റിലാണ് നാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഉടമ്പടിയുടെ രക്തവും ഉടമ്പടിയും. Today we are going to understand the blood and the covenant. तो आज हम जो उप शीर्षक हमारा है वो ये है कि वाचा और वाचा का लहू. പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ ബ്ലഡിന് പ്രാധാന്യമുണ്ട്. ബ്ലഡ് നമ്മളെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുടുക്കിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. പക്ഷെ യേശു മീഡിയേറ്ററായി നിന്നുകൊണ്ട് നമ്മളെ സ്വർഗീയ പിതാവുമായി നിരപ്പിപ്പാൻ കാൽവരി ക്രൂശ് യാഗമായ നമ്മളെടുത്ത മാനസാന്തരത്തിന്റെ ഉടമ്പടി നമ്മളെ ഭാവിയിൽ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒരുമിച്ച് ജീവിപ്പാൻ ഒരുക്കിയെടുക്കുന്നു. അതാണ് പുതിയ ഉടമ്പടി. The blood of Jesus Christ is so powerful that helps us to live from the clutches of sin and death, but he is also standing as a mediator. Sin, and he redeemed us from the past, and then he is the mediator to attach us to the future. प्रभु यीशु मसीह ने हमें हमारे पुराने पाप की जिंदगी से और उसके वजह से होने वाले मृत्यु, ये सब से हमें छुड़ाकर पिता के साथ एक नई जिंदगी के लिए हमें हमारे साथ वाचा बंधाया है. ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നാക്കണം. മനസ്സിലായോ? ദൈവത്തെയും മനുഷ്യനെയും കൂടെ ഒന്നാക്കണം. ഇതാണ് പുതിയ ഉടമ്പടി. അതിന്റെ റിസൾട്ട് മനസ്സിലായോ? ഇവരെ രണ്ടുപേരുടെ ഒന്നാക്കി എടുക്കണം, ദൈവത്തെയും മനുഷ്യരെ. എന്നാൽ മനുഷ്യർ ആരുടെ പിടിയിലായി പോയി? പാപനിമിത്തം പിശാചിന്റെ പിടിയിലായി പോയി. അവിടെ നിന്നോ, തിരിച്ചവിടെ പോയി നിന്നോ. അപ്പൊ അവസാനം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ആ ഉടമ്പടിയുടെ അവസാനം എങ്ങനെയാകണമെന്ന് മനസ്സിലായി. So on the left side stands a man and who is caught by Satan, and on the right side stands father and his son. तो नई वाचा का उदाहरण के लिए हमने यहाँ पर खड़े हैं उपस्थित ये अंकल जी है, ये पिता परमेश्वर के स्थान में है, और उनके बगल में पुत्र यीशु मसीह है, और उस भाग में काले शर्ट पहनकर वो शैतान को दर्शाता है, और उसके बाजू में जो खड़ा है वो इंसान है. तो परमेश्वर का मकसद है कि पिता परमेश्वर को मनुष्य के साथ में मेल कराना. അതുകൊണ്ട് ഇതിനു വേണ്ടി രണ്ട് ഭാഗങ്ങളുണ്ട്. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കാൻ രണ്ട് ഭാഗങ്ങൾ ഇതേപോലെയുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള മാനസാന്തരം മനുഷ്യന്റെ. രണ്ട്, അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ യേശു കർത്താവിലുള്ള വിശ്വാസം. Transformation and faith are the two parts of this new covenant to be established. इस नए वाचे को स्थापित होने के लिए दो बातों की जरूरत है. पहला ये है कि मन फिराओ, दूसरा ये है कि यीशु मसीह में विश्वास. ഈ വ്യക്തി, അതായത് കർത്താവ് യേശു കാൽവറിൽ ക്രൂശിൽ മരിക്കുമ്പോൾ പിശാചും അവന്റെ കൂട്ടരും ആയുധവർഗം വെച്ച് കീഴടങ്ങിയാണ്, പരാജയപ്പെടുകയാണ്, അങ്ങോട്ടേക്ക് മറിഞ്ഞു പോക്കണം. ഓക്കെ, ഇതാ യേശു ക്രിസ്തുവിനെ ആളുകള് കാൽവറി ക്രൂശിൽ കൊല്ലുകയാണ്. ഈ സമയം യേശു ക്രിസ്തു ഇതാ മരിക്കുകയാണ്. ഈ മരിക്കുന്ന സമയം പിശാച് പരാജയപ്പെടുകയാണ്. പിശാച് പരാജയപ്പെടുകയാണ്. ഇതാ അദ്ദേഹം ഇവിടെ കയറി പിടിച്ചും കഴിഞ്ഞു. നോക്കിയേ, കവണന്റ് എസ്റ്റാബ്ലിഷ് ആയ കണ്ടോ? സ്വർഗസ്ഥ പിതാവുമായി ഈ ജനങ്ങൾ ക്രിസ്തു യേശുവിലൂടെ ഒന്നായി. The time Jesus died on the cross at Calvary, the power of Satan was defeated, and then the man is united with Father through Jesus. देखिए, जब यीशु मसीह क्रूस पर मारा गया तो उसने शैतान को हरा दिया. तो इंसान शैतान के वश से छुटकर उसका हाथ अभी परमेश्वर के साथ अभी मेल हो चुका है. യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം, അത് നമ്മൾ ഓർക്കാൻ പോവുകയാണ്. ആ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ പേരാണ് ബ്ലഡ് ഓഫ് ദി കവണന്റ്.
ഈ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ചൊരിഞ്ഞ രക്തം. The blood that Jesus Christ was shed on Calvary is called the blood of covenant, and he shed his blood that God the Father and man may get united. यीशु मसीह के क्रूस का लहू जिसको हम स्मरण करने पर है, वह उसका ये भी नाम है कि वाचा का लहू. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ 5:20 പറയുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ആകാശത്തിന് കീഴിൽ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു നാമം. Saint Paul in 2 Corinthians chapter 5 verse 20 says, "We are ambassadors therefore on behalf of Christ, as though God were entreating by us, we beseech you on behalf of Christ, ye be reconciled to God." इसीलिए ही पौलुस फिर कहता है, हम मसीह के राजदूत होकर तुमसे निवेदन करते हैं कि परमेश्वर के साथ मेल मिलाप हो जाओ. और ये कैसे हो सकता है? केवल एक ही रास्ता है, आकाश के नीचे एक ही नाम जो दिया गया है, प्रभु यीशु मसीह का नाम. എന്നാൽ ഇങ്ങനെ ഒരു നിയമവുമില്ല, ഇങ്ങനെ ഒരു ഉടമ്പടിയില്ല, ഇങ്ങനെ ഒരു ഉടമ്പടി ഞങ്ങള് ചെയ്തിട്ടുമില്ല. ഈ ഉടമ്പടി ഇതാ ഞങ്ങൾ കളയാൻ വേണ്ടി പിശാച് പല രീതിയിലും നമ്മുടെ ഇടയിലേക്ക് വരും. അങ്ങനെ ഈ ഉടമ്പടി വലിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവസാനം യേശു നിന്നെ തുപ്പും. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിന്ന് തുപ്പിക്കളയുന്നു എന്ന് പറയാൻ ഇടവരരുത്. And as you have not kept this record with you, Jesus may spit it out as you are a lukewarm, and that should not be your portion. लेकिन अगर हम इस वाचा या उसके नियम दोनों का पालन नहीं करेंगे और उसे फेंक देंगे, तो यीशु मसीह भी उन ऐसे लोगों को उगल देगा, क्योंकि वो कहेगा तुम न तो गरमाइश हो न ठंडे हो. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗസ്ഥ പിതാവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോഴും തുടർന്നും ഞങ്ങളെ ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Praise God, peace and grace from God our Father and the Lord Jesus Christ be unto all who are present in this hall, as well as those who are attending this ministry online. परमेश्वर की स्तुति हो. और प्रभु पिता परमेश्वर और उसके पुत्र यीशु मसीह के नाम से आप सभी को जो इस हॉल में उपस्थित है और जो हमें देख रहे हैं, सुन रहे हैं, आप सभी को व्यक्त करना चाहते हैं. നമ്മളുടെ ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. ക്രിസ്തുവിൽ നമ്മളേവരെയും തൻ്റെ മാർവിൽ അണയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Our God, our Father, He loves us through His Son, Jesus Christ. हमारा पिता परमेश्वर हमसे बेहद प्रेम करता है उसके पुत्र यीशु के द्वारा, और उसके सीने से हमें लगाना चाहता है. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി ഈ ഭൂമിയിലേക്ക് അയച്ചു. That is why the word of God says, God the Father sent His only Son to redeem us from the sin. That's why He sent His Son to the world. इसलिए ही पवित्र कलाम में इस तरह लिखा है कि पिता परमेश्वर ने अपने पुत्र को ये संसार में भेजा ताकि उसके द्वारा हमारा उद्धार हो सके. ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് തിരുവത്താഴ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക സന്ദേശമാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. ആ സന്ദേശത്തിന്റെ ടൈറ്റിലാണ് ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വമ്പൻ തെറ്റ്. God the Father wants to give us a special message today in relation with the Lord's table, and the title goes like this: The Great Mistake in Christendom. तो आज प्रभु भोज की सेवा के संबंध में परमेश्वर से जो हमें संदेश मिलता है, उसका शीर्षक हम इस तरह देना चाहते हैं कि मसीहत में हुआ सबसे बड़ी गलती. എന്താണ് ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വമ്പൻ തെറ്റ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, പുതിയ ഉടമ്പടിയെ ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് സാത്താൻ തന്ത്രപൂർവം ഒഴിവാക്കിയിരിക്കുന്നു.
So, what is the greatest mistake that has happened in Christianity is that Satan has very cunningly taken away the new covenant. तो अगर आप पूछे कि ये कौन सी है वो बड़ी सबसे बड़ी गलती, तो ये वही है कि शैतान ने अब छल पूर्वक मसीहत में से या मसीह लोगों में से नया वाचा को निकाल दिया. ഹല്ലേലൂയ. നമ്മളെല്ലാം പുതിയ ഉടമ്പടിയുടെ വക്താക്കളാണ്. പക്ഷേ ശ്രദ്ധിക്കുക, പുതിയ ഉടമ്പടിയെ സാത്താൻ തന്ത്രപൂർവം ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിരിക്കുന്നു. We all are the spokespersons of the new covenant, but know this, that Satan has very cunningly excluded the new covenant from the Christendom. हम सभी लोग नए वाचा के वक्ता हैं, लेकिन शैतान ने बड़ी छल पूर्वक उस नए वाचा को मसीहत में से बाहर कर दिया. ഹല്ലേലൂയ. അടുത്തിരിക്കാൻ ഷെയ്ക്കാൻ്റെ എടുത്തിട്ട് പറ, ഉറങ്ങല്ലേ, ശ്രദ്ധിച്ച് കേക്ക്, നിന്നോടാ പറയുന്നേ. Shake the hand of the person who sits next to you and say that this is to you and don't sleep hence. बगल में बैठने वाले से हाथ मिलाकर हम कहें कि आपसे कह रहे हैं, इसलिए सोना नहीं. ഹല്ലേലൂയ. എന്തുവാ ഈ കേട്ടെ? ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വമ്പൻ തെറ്റ്, സാത്താൻ പുതിയ ഉടമ്പടിയെ സൂത്രപൂർവം ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇതറിയാതെ ഉറങ്ങുന്ന ക്രിസ്ത്യാനിയോട് പറയാണ്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. To the people who are still sleeping, God says, those who sleep, you awake from your slumber, because Satan has very cunningly excluded the new covenant from the Christendom. तो ये बड़ी गलती को न समझते हुए वो गलती की शैतान ने नए वाचा को मसीह लोगों के बीच में से निकाला है. ये नहीं समझते हुए सोने वाले को मसीह कहता है, हे सोने वाले जाग उठ. ഇതിനും വലിയ ഒരു ഭോഷത്വം വേറെ വല്ലതും ഉണ്ടോ? ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി പോലെ പുതിയ ഉടമ്പടി ഇല്ലാത്ത പുതിയ ഉടമ്പടി വിശ്വാസികൾ. Is there any other foolishness other than this? That a chicken biryani without chicken, people of God are without knowing that this new covenant has been taken away from them. क्या इससे बड़ी मूर्खता है? ये मानो चिकन बिरयानी जिसमें चिकन नहीं है वैसे है, तो नई वाचा को बाहर निकाल कर नई वाचा में चलने वाले लोग. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുരുടന്മാരായിരിക്കുന്നു. In the word of Jesus, you are blind, but still you believe that you see. प्रभु यीशु के शब्दों में, तुम अंधे हो क्योंकि तुम कहते हो कि तुम देख रहे हैं. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത് ദി ബ്ലഡ് ആൻഡ് ദി കവണന്റ് എന്ന സബ് ടൈറ്റിലാണ് നാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഉടമ്പടിയുടെ രക്തവും ഉടമ്പടിയും. Today we are going to understand the blood and the covenant. तो आज हम जो उप शीर्षक हमारा है वो ये है कि वाचा और वाचा का लहू. Oh Lord, I love you. സ്ക്രീനിലും ഞാൻ അല്പമായി എൻ്റെ ടൈറ്റിൽ ഷെയർ ചെയ്യാം. ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ക്രിസ്തീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന വമ്പൻ തെറ്റ്, പുതിയ ഉടമ്പടിയെ ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് സാധാരണ തന്ത്രപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നു. Satan has cunningly excluded the new covenant from the Christendom. मसीहत में हुआ सबसे बड़ी गलती ये है कि शैतान ने छल पूर्वक नए वाचा को उनके बीच में से निकाल डाला. എന്താണ് പുതിയ ഉടമ്പടി? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ 1-2 സന്ദേശങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. What is the new covenant? Do you remember that we have listened to that in the previous messages? क्या आपको याद आता है नई वाचा क्या है? हमने इसके विषय में पिछले हफ्तों में सुना था. ദാനിയേൽ 9:27 നാം കേട്ടിരുന്നു, അവൻ ഒരാഴ്ച വട്ടത്തേക്ക്, ക്രിസ്തു ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും പ്രബലമായ നിയമം ചെയ്യും.
In Daniel 9, chapter 9, verse 27 says, the Christ will for 1 week make a firm covenant with many. दानियल 9 के 27 में हमने पढ़ा था कि वो यानी कि मसीह 1 सप्ताह के लिए उनके साथ एक दृढ़ वाचा बांधेगा. ഉടമ്പടി. ഈ ഉടമ്പടി ആര് തമ്മിലാണ്? ദൈവവും മനുഷ്യരും തമ്മിലാണ് ഈ ഉടമ്പടി നടക്കുന്നത്. And this new covenant is between God and man. तो ये वाचा परमेश्वर और इंसान के बीच में बांधा जाता है. ഈ ഉടമ്പടി നടത്തുന്നത് ക്രിസ്തുവാണ്. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഒന്നാക്കുകയാണ് ഈ ഉടമ്പടിയുടെ ലക്ഷ്യം. The mediator of this covenant is Christ, and the intention of this covenant is to make God and man together. इस वाचे में मसीह यीशु परमेश्वर और इंसान के बीच में मेल लाता है. ആ ശുശ്രൂഷ ഒന്ന് മനസ്സിലാക്കുവാൻ ഉടമ്പടിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയ ഒരു ഉടമ്പടിയാണ് വാടക കരാർ, വാടക ഉടമ്പടി. And based on this new covenant, we took another example, which is the rental agreement. वाचा के बारे में समझने के लिए हमने भाड़ा का करार के बारे में सोचा था. തുടർന്ന് നാം മനസ്സിലാക്കിയ മറ്റൊരു ഉടമ്പടി വിവാഹ ഉടമ്പടി. Followed by that, another covenant that we came to know was that the covenant that is made between couples, the marital covenant. उसके पश्चात हमने विवाह में किए जाने वाले वाचा के बारे में सोचा. വാടക കരാറിൽ ഹൗസ് ഓണർ ഒരു വാടകക്കാരനെ തൻ്റെ പ്രോപ്പർട്ടിയിൽ താമസിക്കുവാൻ അനുവദിക്കുന്നു, തീരുമാനിക്കുന്നു. In a rental covenant, the house lord decides to a person to live in his house. भाड़े के करार में घर का मालिक उस भाड़ेकार को अपने घर में रहने के लिए देता है. വിവാഹ കരാറിൽ ഒരു പുരുഷൻ താൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ഭാര്യയായി തന്നോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ഇതാ ഉടമ്പടി ചെയ്യുന്നു. Whereas in a marital covenant, a man he accepts and he allows a woman to live with him. और विवाह की करार में एक पुरुष एक स्त्री को जिसे वो चाहता है अपने साथ रहने के लिए एक वाचा बांधता है. പുതിയ ഉടമ്പടിയിൽ ദൈവവും മനുഷ്യരും കൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ക്രിസ്തു യേശു എന്ന മഹാപുരോഹിതന്റെ മുൻപിൽ മഹാപുരോഹിതനിലൂടെ ഉടമ്പടി ചെയ്യുന്നു. In the new covenant, in the presence of a high priest, that is Jesus Christ, man and God gets united. और नई वाचा में परमेश्वर और इंसान महायाजक यीशु मसीह के द्वारा वाचा बांधते हैं. വാടക കരാർ ഒരുപക്ഷെ സൈൻ ചെയ്യുന്നത് ഒരു ടൈപ്പിംഗ് ഓഫീസിൽ വെച്ചായിരിക്കാം. വിവാഹ കരാർ നടക്കുന്നത് നല്ലൊരു പങ്കും ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ വെച്ചോ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ ആയിരിക്കാം. പക്ഷേ പുതിയ ഉടമ്പടി ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇത് നടത്തപ്പെട്ടിരിക്കുന്നത് കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെയാണ്. The place where the rental agreement takes place may be in a register office, and the covenant, the marital covenant may take place in church or in a register office. Whereas this new covenant, the place where the new covenant takes place is at Calvary. भाड़े का करार वो हम किसी रजिस्टर के ऑफिस में कर सकते हैं. विवाह की करार भी अधिकांश लोग किसी गिरजाघर में मंदिर में करते हैं या फिर रजिस्टर ऑफिस में हो सकता है. जबकि नई वाचा वो कलवरी के क्रूस पर वो लिखा गया था. ഇതുകൊണ്ടാണ് കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്തിന് ഒരു പേരുണ്ട്. ആ പേര് നിങ്ങൾക്ക് അറിയാമോ? ബ്ലഡ് ഓഫ് ദ കവനന്റ്. This is why there is a name that is given to the blood that was shed on Calvary, the blood of covenant. इसीलिए ही कलवरी के क्रूस पर बहाए गए लहू को हम ये नाम से कहते हैं कि वाचा का लहू. പിശാച് നമ്മളെ തന്ത്രപൂർവ്വം പറ്റിച്ചെങ്ങനെയാണെന്നറിയാമോ? നമുക്ക് കാൽവരി ക്രൂസിലെ ബ്ലഡ് തന്നു,
കവണന്റ് തന്നില്ല, എടുത്തു കളഞ്ഞു. So this is how Satan has cunningly deceived us, that he gave us the blood at Calvary, but he took away the covenant. शैतान ने छलपूर्वक हमारी धोखा कैसे की? उसने लहू तो दी लेकिन वाचा निकाल दिया. ഹല്ലേലൂയ. ഈ ബ്ലഡ് എന്ന് പറയുന്നത്, രക്തം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ രക്തമാണ്. ഉടമ്പടി ഉറപ്പിച്ചതാണ് ഈ രക്തത്തിലൂടെ. ഉടമ്പടി കളയാനുള്ളൊരു വ്യവസ്ഥ അതിലില്ല. ബ്ലഡിലൂടെ ഉടമ്പടിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. This is a new covenant, and this new covenant is established in the blood of Jesus, and through that blood we have to reach the covenant. इस नई वाचा यीशु के लहू के द्वारा जो बांधा गया है, उसमें से हमें वाचा को नहीं निकालना है, बल्कि लहू के द्वारा उस वाचा में पहुंचना है. ഹല്ലേലൂയ. ഈ ഒരു അബ്ദം ക്രിസ്തണ്ടത്തിൽ സംഭവിച്ചിട്ട് ക്രിസ്തണ്ടൻ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. It's a pity that this mistake, the great mistake, has happened, though in the Christendom we have not yet realized it. दुख की बात है कि ये बात बाहर गया है, लेकिन लोगों को मालूम नहीं हुआ. ബ്ലഡ് ഓഫ് ദ കവണന്റ്. എന്താണ് ബ്ലഡ് ചെയ്യുന്നത്, എന്താണ് കവണന്റ് ഉടമ്പടി ചെയ്യുന്നത് എന്ന് വ്യക്തതയോടെ സഭ തിരിച്ചറിയണം. പിശാചിന്റെ തന്ത്രത്തിൽ ഇനിയും തോറ്റുപോകരുത്, വീണു പോകരുത്. നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ ആകരുത്. So the church has to know what does the blood do and what does the covenant do, and the church has to clearly know these things. लहू से क्या काम, वाचा से ये क्या काम, ये कलीसिया को समझना चाहिए. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ആ രക്തത്താലാണ് നാം രക്ഷപ്പെട്ടത്. ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന്, മരണത്തിന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്. Through the blood of Jesus Christ we were saved from the clutches of Satan and death. तो यीशु मसीह के लहू से हम इस संसार, पाप और मृत्यु के पकड़ से हम बच गए हैं. എന്തിനാണ് നമ്മൾ രക്ഷിച്ചെടുത്തത്? നമ്മളെ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യിക്കാൻ വേണ്ടിയാണ് രക്ഷിച്ചെടുത്തത്. Why we were saved by the blood of Jesus Christ? It was to connect us and with God through a covenant. हमारा उद्धार क्यों किया गया था? पिता परमेश्वर के साथ एक वाचा में लाने के लिए. രക്തം, യേശുവിൻ രക്തം നമ്മളെ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നു. പക്ഷേ യേശു നമ്മളെ സ്വർഗീയ പിതാവുമായി ചെയ്യിക്കുന്ന ഉടമ്പടി നമ്മളെ നമ്മുടെ ഭാവിയിൽ ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ ഒരുക്കുന്നു. The blood saves from the past sins of us, whereas the new covenant, through the new covenant, Jesus helps us to get united with God. यीशु मसीह का लहू हमारे पूर्व काल के पापों से हमें मुक्ति जब दिलाता है, तो वो वाचा पिता परमेश्वर के साथ की एक नई जिंदगी हमें दिलाता है. ഈ പുതിയ നിയമത്തിന്റെ, ഈ ന്യൂ കവണന്റ്, പുതിയ നിയമമല്ല, പുതിയ ഉടമ്പടിയുടെ ഈ പുതിയ കവണന്റിന്റെ മധ്യസ്ഥനാണ് ക്രിസ്തു. Jesus Christ is the mediator, who stands between the new covenant. इस नए वाचे का मध्यस्थी या बिछुआई करने वाला है प्रभु यीशु. ഹലോ, കുത്തിയിരുന്ന് ഉറങ്ങുകയാണോ? ഇങ്ങനെ ഉറങ്ങിയത് കൊണ്ടാണ് സഭ ഈ രീതിയിലായി പോയത്. മനസ്സിലായോ? ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ഉറങ്ങിയത് കൊണ്ടാണ് സഭ ഈ രീതിയിലായി പോയത്. ഉണര്. Church, you awake and arise and see that you are in a great mistake. क्या हम अभी भी सो रहे हैं? ऐसे सोने के कारण हम ऐसी बड़ी गलती में फंसे हैं, इसलिए हमें जाग उठना है. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ ബ്ലഡിന് പ്രാധാന്യമുണ്ട്. ബ്ലഡ് നമ്മളെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുടുക്കിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. പക്ഷെ യേശു നമ്മളെ
യേശു മീഡിയേറ്ററായി നിന്നുകൊണ്ട് നമ്മളെ സ്വർഗീയ പിതാവുമായി നിരപ്പിപ്പാൻ കാൽവരി ക്രൂശ് യാഗമായ നമ്മളെടുത്ത ആ മാനസാന്തരത്തിന്റെ ഉടമ്പടി നമ്മളെ ഭാവിയിൽ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒരുമിച്ച് ജീവിപ്പാൻ ഒരുക്കിയെടുക്കുന്നു. അതാണ് പുതിയ ഉടമ്പടി. The blood of Jesus Christ is so powerful that helps us to live from the clutches of sin and death, but he is also standing as a mediator. Sin and death. He redeemed us from the past, and then he is the mediator to attach us to the future. प्रभु यीशु मसीह ने हमें हमारे पुराने पाप की जिंदगी से और उसके वजह से होने वाले मृत्यु ये सब से हमें छुड़ाकर पिता के साथ एक नई जिंदगी के लिए हमें हमारे साथ वाचा बंधाया है. കവണന്റെ ഉടമ്പടി നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട. ഹല്ലേലൂയ. എന്നാൽ രക്തത്തിന്റെ പ്രാധാന്യം പ്രധാനമായി ഇപ്പോഴും ഉണ്ടെങ്കിലും അതിന് പ്രധാനമായും നമ്മുടെ കഴിഞ്ഞകാല ജീവിതവുമായി ബന്ധപ്പെട്ട. The new covenant is related with our future, whereas our salvation that was received by Jesus Christ's blood is connected with our past. नई वाचा हमें हमारे भविष्य में भावी में हमें नई जिंदगी के लिए तैयार करता है, जबकि यीशु का लहू हमारे पूर्व काल की जिंदगी की गलतियों से हमें छुड़ाता है. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇതാ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഡൊമോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വന്നേ, ഇവിടെ ഈ സൈഡിൽ വന്നേ. ഇത് പിതാവായ ദൈവം, ഓക്കെ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പിതാവായ ദൈവമൊന്നുമല്ല, ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക. എന്തിനു വേണ്ടി എന്നറിയാമോ? പുത്രനിങ്ങോ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുക. പിതാവിന്റെ വലതുഭാഗത്ത്, പിതാവല്ല, അത് ഇന്നത്തെ പരിപാടിയാണ്. പിതാവിന്റെ വലതുഭാഗത്ത്, മനസ്സിലായോ? ദാവീദ് 110 സങ്കീർത്തനത്തിൽ കാണുന്ന ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ക്രിസ്തു എവിടെ നിൽക്കണേ? പിതാവിന്റെ വലതുഭാഗത്ത്. പിതാവ് കൽപ്പിച്ചു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കാൻ. അപ്പൊ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പിതാവിന്റെ കൽപ്പന കേട്ട് ജീവിക്കുന്ന അനുസരണമുള്ള ഒരു മോനാ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, മാനവകുലത്തെ നമുക്ക് കാണിക്കാം. ക്രിസ്ത്യൻ വന്നേ, കറുത്തുടുപ്പിട്ട് വന്നാൽ ഞാൻ പിടിക്കും. തൽക്കാലം ഈ കറുത്തുടുപ്പിട്ടതുകൊണ്ട് നമുക്ക് പിശാച് അവിടെ നിൽക്കണ്ട, ഈ സൈഡ് പിശാചാക്കാൻ എളുപ്പമാണ്. ഇത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരാളെയും കൂടി വേണം, മനുഷ്യൻ. അതിന് നമുക്ക് ആരെ വെക്കാം? വെള്ളമുടുപ്പാ വേണ്ട, ഓക്കെ, ഒരു മിക്സ് കളറായിട്ടുള്ളത് വേണം. കുട്ടനെ വിളിക്കായിരുന്നു, പക്ഷെ കുട്ടന് ഒരു മെച്യൂരിറ്റി ഇല്ല, അവനെ ചാടി കിടക്കും. ഓക്കെ, ക്ലാറിറ്റി കാണും. ആ ബാക്കിൽ മോനെ മൊബീനെ ഒന്നേ. ഇത് കൂടി ഒന്നല്ലേ എളുപ്പം? എന്നെങ്ങനെയാ? ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. എന്ത്? എപ്പോഴും ഒളിക്കുക, മനസ്സിലായ? ഹത്തിയുടെ മറയിൽ ഇപ്പുറത്തേക്ക് ദാ പിശാചെ പിടിച്ചോ, എന്നെ പിടിച്ചിട്ടിരിക്കുക, മനസ്സിലായോ? പിശാച് മനുഷ്യനെ പിടിച്ചു. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ സകല മനുഷ്യരിലേക്കും മരണം പടർന്നിരിക്കുകയാണ്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് മനുഷ്യനെ പിടിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യനെയും ഈ ദൈവത്തെയും കൂടി ഒന്നാക്കണം. ദൈവം ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിൽക്കുക, അങ്ങോട്ട് തിരിഞ്ഞേക്ക. ഈ മനുഷ്യനെ ഇങ്ങോട്ട് വന്നേ, കൈ പിടിച്ചോ. ഇവരെ രണ്ടുപേരെയും കൂടി ഒന്നാക്കണം. മനസ്സിലായോ? ദൈവത്തെയും മനുഷ്യനെയും കൂടെ ഒന്നാക്കണം. ഇതാണ് പുതിയ ഉടമ്പടി, അതിന്റെ റിസൾട്ട്. മനസ്സിലായോ? ഇവരെ രണ്ടുപേരുടെ ഒന്നാക്കിയെടുക്കണം, ദൈവത്തെയും മനുഷ്യരെയും. എന്നാൽ മനുഷ്യരാരുടെ പിടിയിലായിപ്പോയി? പാപനിമിത്തം പിശാചിന്റെ പിടിയിലായിപ്പോയി. അവിടെ നിന്നോ, തിരിച്ചവിടെ പോയി നിന്നോ. അപ്പൊ അവസാനം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ആ ഉടമ്പടിയുടെ അവസാനം എങ്ങനെയാകണമെന്ന് മനസ്സിലായി.
So on the left side stands a man and who is caught by Satan, and on the right side stands father and his son. तो नई वाचा का उदाहरण के लिए हमने यहाँ पर खड़े हैं उपस्थित ये अंकल जी है, ये पिता परमेश्वर के स्थान में है और उनके बगल में पुत्र यीशु मसीह है, और उस भाग में काले शर्ट पहनकर वो शैतान को दर्शाता है, और उसके बाजू में जो खड़ा है वो इंसान है। तो परमेश्वर का मकसद है कि पिता परमेश्वर को मनुष्य के साथ में मेल कराना। അതാണ് പുതിയ ഉടമ്പടി. ഈ പുതിയ ഉടമ്പടി നമ്മൾ ഇന്ന് എടുത്തു കളഞ്ഞിട്ട് ഒരു കാൽവരി ക്രൂശിലെ യാഗം മാത്രം നമുക്ക് തന്ന് നമ്മളെ അവസാനിപ്പിക്കാൻ പിശാച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയല്ല, ആ യാഗത്തിലൂടെ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ആ ഉടമ്പടി റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരണം. So through the sacrifice of Jesus, not only our redemption, but through his sacrifice, a new covenant he is trying to establish through which man and God the Father should get united. नई वाचा से यही मकसद है कि परमेश्वर और इंसान का मेल हो। शैतान चाहता है कि यीशु मसीह के क्रूस ही हमें दे जिससे हमारे पुराने पापों की माफी मिले, लेकिन उस वाचा का फल जो पिता के साथ एक होना, मेल होना, ये हमसे छीनना चाहता है। ഹല്ലേലൂയ. ഈ എൻഗേജ്മെന്റ് കാണിച്ചിട്ട് അത് വിവാഹമാണെന്ന് പറ്റിച്ച സംഭവം പോലെയാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലെ സുവിശേഷ വേലകളിൽ പലതും. So many of the ministries in Christendom are like engagement is in disguise of marriage. कई बार आज मसीहत में ये होता है कि विवाह की मंगनी होती है और विश्वास कराते हैं कि विवाह हो चुका है। വിവാഹത്തിന്റെ എൻഗേജ്മെന്റിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉടമ്പടി ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ഇതാ വരനും വധുവും എല്ലാം കൂടി ഒരു ഉടമ്പടി സൈൻ ചെയ്യും. ഇതാ ഇന്ന ദിവസം ഇന്നോടത്ത് വെച്ച് വിവാഹം കഴിക്കുവാൻ ഞങ്ങൾ പരസ്പരം ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. In the engagement, the people from the bride and the people from the bridegroom, they come to an agreement on which date the marriage has to take place. विवाह की मंगनी में ये होता है कि दुल्हा और दुल्हन दोनों के भाग से लोग आकर एक दूसरे के साथ एक समझौता करते हैं कि ये तारीख में, फलाना तारीख में हमारी विवाह होगी. അത് ഒരു കരാറാണ്, പക്ഷെ കരാറിന് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. And it is a covenant, and this covenant has yet to be done. ये समझौता जो है उसको अभी वाचा में होना है. ഇതുപോലെ എഴുതപ്പെട്ട ഒരു കരാറായിരിക്കും. ആ കരാറ് കൊണ്ട് നമ്മൾ ഈ വ്യക്തിത്വങ്ങൾ വിവാഹ ദിവസം വരും, എന്നിട്ട് ഈ കരാറ് വായിച്ചിട്ട് ഈ കരാറ് നടപ്പിലാക്കും. And on the marriage day, people come, both sides, they come with a marital covenant and a written record, and on the basis of the written record, marriage will take place. तो उस समय में विवाह के दिन में एक लिखा हुआ पत्र में करार रहता है, और उस दुल्हे और दुल्हन को उसको पूरा करना है, उसको साबित करना है. അതുകൊണ്ട് ഇതിനു വേണ്ടി രണ്ട് ഭാഗങ്ങളുണ്ട്. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കാൻ രണ്ട് ഭാഗങ്ങൾ ഇതേപോലെയുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള മാനസാന്തരം മനുഷ്യന്റെ. രണ്ട്, അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ യേശു കർത്താവിലുള്ള വിശ്വാസം. Transformation and faith are the two parts of this new covenant to be established.
इस नए वाचे को स्थापित होने के लिए 2 बातों की जरूरत है। पहला यह है कि मन फिराओ, दूसरा यह है कि यीशु मसीह में विश्वास। കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, പ്രത്യേകിച്ച് ദൈവദാസന്മാർ ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോഴും കുത്തിയിരുന്ന് ഉറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ദൈവം എടുത്ത് പുറത്ത് കളയും. ദൈവത്തിന്റെ ജനം നശിച്ചതിന്റെ കാരണം ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്നവരാ. So those men of God who are asleep, you arise and awake. Because of you, the children of God have been deceived. अभी जो सोते हैं और प्रभु के दास अगर हो तो उन्हें जागना है। परमेश्वर ने उनको बाहर करेंगे क्योंकि परमेश्वर का लोगों का नाश इनके द्वारा होता है। അപ്പോസ്തലപ്രവൃത്തി 20:21 ആദ്യകാല സുവിശേഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ഇന്ന് അതിന്റെ ഒരു കഷ്ണം പിശാച് എടുത്തു കളഞ്ഞിരിക്കുന്നു. Acts chapter 20:21 says how was the earlier church, and one part of that has been taken away by Satan. प्रेरितों के काम 20 के 27 में से हमें मालूम पड़ता है पहली कलीसिया में उनकी रीति कैसे थी और कैसे उसमें से बदलाव हुआ है। അവിടെ സുവിശേഷീകരണത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ കവണന്റ് ഉറപ്പിക്കുന്ന പുതിയ ഉടമ്പടി ഉറപ്പിക്കുന്നതും, മറ്റൊന്ന് പുതിയ ഉടമ്പടി ഉറപ്പിക്കപ്പെടേണ്ട മനുഷ്യൻ കഴിഞ്ഞകാല ജീവിതത്തിൽ പാപനിമിത്തം പിശാച് എന്ന ജയിലറുടെ കീഴിൽ മരണത്തിനായി പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവനെ വിടുവിക്കേണ്ടതുമായ 2 കാര്യങ്ങൾ അവിടെയുണ്ട്. There are 2 things mentioned there. One is the redemption of man who is under the clutches of Satan, and the purpose of a new covenant is to be established. तो पुराने समय में सुसमाचार सुनाते वक्त उसमें 2 भाग होते थे। ये कि इंसान जो शैतान से झगड़ा हुआ है उसे छुड़ाना, उसके लिए नए वाचे की जरूरत। ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നാകണം. പക്ഷേ ദൈവത്തിന് ഈ മനുഷ്യനോടുകൂടെ ഒന്നാകുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ഈ മനുഷ്യന് അറിയുകയില്ല. God wants to get united with the man, but man does not know that God has a will so. परमेश्वर चाहता है इंसान के साथ एक मेल मिलाप हो, लेकिन इंसान इस बात के बारे में अनजान है। ഇവന്റെ ബുദ്ധിയെ കോമയിലാക്കി ഇവനെ ബോഷനാക്കി മാറ്റിയിട്ടിരിക്കുകയാണ് പിശാച്. His mind is captured by Satan and he is in a coma stage. मनुष्य के बुद्धि को शैतान ने निष्फल किया है, उसको बेहोश कर रखा है। ദൈവത്തിന് ഇവനോട് കൂടെ ഒന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിന് പാപവുമായി സഹകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവനെ തൊടാൻ കഴിയത്തില്ല. ദൈവം ഇതാ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവനെ തൊടുവാൻ കഴിയുകയില്ല. Though God wants to get united with man, because of the sin of man, God cannot approach man. परमेश्वर चाहते हुए भी इंसान के पास नहीं जा सकता क्योंकि इंसान पाप में फंसा हुआ है। അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തത് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സർവപ്രപഞ്ചത്തെ സൃഷ്ടിപ്പാൻ മുഖാന്തരമായി അപ്പൻ ഉപയോഗിച്ച ക്രിസ്തുവിനെ ഈ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. തൻ്റെ രക്തം കൊണ്ട്, തൻ്റെ മരണം കൊണ്ട് ഈ മനുഷ്യനെ പിശാചിന്റെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കണം, രക്ഷിച്ചെടുക്കണം. As God the Father cannot reach unto man because of his sin, he sends his only son Jesus Christ, that through his sacrifice and his shedding of blood, he pays as a ransom for this man and to redeem the man back unto God. पाप में फंसे हुए इंसान के उद्धार के लिए पिता परमेश्वर ने ये किया कि उसके पुत्र प्रभु, जिसके द्वारा उसने सारी सृष्टि की रचना भी की, उसने धरती पर उस पुत्र को भेजा ताकि मनुष्य का छुटकारा हो. പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്
ഇവനെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ഈ ലോകത്തിൽ സുഖകരമായ ജീവിതം കൊടുത്ത് അവസാനിപ്പിക്കാനല്ല, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന്റെ ഉദ്ദേശം പുതിയ കവണന്റ്, പുതിയ ഉടമ്പടി ഇവന്റെ ജീവിതത്തിൽ സ്ഥാപിതമാക്കാനാണ് ഇവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്. It is to establish his new covenant with man. God decides to redeem him. पाप से क्यों परमेश्वर इंसान को छुड़ाना चाहता है? इसलिए नहीं कि छुटकारा पाकर वो इस संसार में ऐश करके जिए, बल्कि इसलिए कि परमेश्वर के साथ वो जिंदगी जी सके. ഈ മനുഷ്യന് ഇവന്റെ മനസ്സിൽ ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ഒരു ആഗ്രഹമുണ്ടാകണം. That there should be a desire in the mindset of this man that he wants to live with God. और इंसान के अंदर चाहत होनी चाहिए कि वो परमेश्वर के साथ में जी सके. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:21 ദൈവദാസന്മാർ സുവിശേഷം അറിയിക്കുമ്പോൾ അവരാദ്യം അറിയിക്കുന്നത് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും, രണ്ടാമതാണ് അറിയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും. So that is why the men of God who minister in the church, firstly they make the congregation understand about the repentance towards God and then the faith towards our Lord Jesus Christ. इसलिए ही पूर्व काल में प्रेरितों ने जब उस प्रचार की सुसमाचार सुना तो इस प्रकार कहा, जो प्रेरित 20:21 में लिखा है, यहूदियों और यूनानियों के सामने गवाही देता रहा कि परमेश्वर की ओर मन फिराना और प्रभु यीशु मसीह पर विश्वास करना चाहिए. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കിച്ച് തരാം. ഇതാ പലപ്പോഴും പല വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്തിനാ വിവാഹം കഴിച്ചേ? ആദ്യം ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്താ വിവാഹം കഴിച്ചേ? അത് ചില കാരണങ്ങളാൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നവർ പറയുന്നത് കേൾക്കാറുണ്ട്. I have often heard that of many marriages that though they didn't like, later on they get married. So if we ask the reason, they say we didn't decide to marry, but it happened accidentally. कुछ दंपतियों के बारे में हमको ऐसे सुनने में आता है, जब हम उन्हें पूछते हैं कि तुमने पहले पसंद नहीं किया तो फिर विवाह क्यों किया, तो कहते हैं कि कुछ कारणों के द्वारा ऐसे हो गया. ഈ വ്യക്തിക്ക് താല്പര്യം, മനുഷ്യന് താല്പര്യം മനുഷ്യനോടുകൂടെ ജീവിക്കുന്നതാ, ദൈവത്തോടു കൂടെ ജീവിക്കുന്നത് അല്ല. Always man desires to live with his own race, that is mankind. He doesn't want to live with God. मनुष्य हमेशा मानव जाति के साथ में ही जीना चाहता है, परमेश्वर के साथ नहीं. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയില് ധൂർത്തപുത്രൻ ഇതാ അപ്പനെ വിട്ട് പുറത്തേക്ക് ലോകത്തിലേക്ക് ഓടുന്നത് കാണിച്ചിരിക്കുന്നത്. This is why prodigal son runs away from father to his race mankind. उड़ाऊ पुत्र के दृष्टांत में हम यही बात को देखते हैं. उड़ाऊ पुत्र अपने पिता को छोड़कर बाहर जाता है. എന്നാൽ അപ്പന്റെ ആഗ്രഹം ഈ മനുഷ്യ മക്കളോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. Whereas God the Father wants to live with his children. जबकि पिता परमेश्वर ये चाहता है कि अपने संतानों के साथ में जीवन बिताए. അപ്പൻ കൈനീട്ടിയിരിക്കുകയാണ് മനുഷ്യരോടുകൂടെ ജീവിക്കാൻ. Father has stretched out his hand that he may live with his children. पिता ने अपना हाथ बढ़ाया हुआ है कि अपने संतानों के साथ जी सके. ഇതുകൊണ്ടാണ് താൻ ഭൂമിയിലേക്ക് അയച്ച ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥം വിളിച്ചു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. This is why Jesus, who was sent by Father as a mediator, that the kingdom of God is at hand. इसलिए ही परमेश्वर ने भेजा हुआ मध्यस्थी यीशु मसीह इस प्रकार कहा था कि परमेश्वर का राज्य निकट है. ഈ സന്ദേശം വന്ന് പറഞ്ഞ ആൾ തന്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആരോട്? മനുഷ്യരോട് പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ദൈവം നിന്നോടുകൂടെ ഒരുമിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ കാലം ആയിരിക്കുന്നു. Jesus Christ, who was sent by God the Father, is speaking to us that the kingdom of God is at hand. In other words,
God the Father wants to live with us. इसीलिए ही मसीह ने यह संदेश सुनाया लोगों को कि परमेश्वर का राज्य आ चुका है, जिसका अर्थ है परमेश्वर को इंसानों के साथ जीने का समय पूरा हुआ है. പറഞ്ഞേ, ദൈവം രാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ താമസിക്കാനായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പറ. നീയും കൈനീട്ട്, മാനസാന്തരത്തിന്റെ കൈനീട്ട്. നീയും കൈനീട്ട്, മാനസാന്തരത്തിന്റെ കൈനീട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ നീ മാനസാന്തരത്തിന്റെ, ആരോടുള്ള എങ്ങോട്ടേക്കുള്ള മാനസാന്തരം? ഇവ മനുഷ്യനോടുകൂടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആരോടുകൂടെ ജീവിക്കാൻ? ദൈവത്തോടുകൂടെ ജീവിക്കാൻ. നീ മനസ്സ് പുതുക്ക, മാനസാന്തരത്തിന്റെ കൈ നീ നീട്ട്. ഈ കൈ ഇങ്ങനെ നീട്ട്. ദാ അവൻ കൈ നീട്ടിയാൽ, മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ഇതാ കവണന്റിന്റെ ആദ്യ ഭാഗം റെഡി. അവൻ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ കവണന്റിന്റെ ആദ്യ ഭാഗം റെഡി. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും. മനസ്സിലാകുന്നുണ്ടോ? Having listened to the message of Jesus Christ, man decides to repent. And that is the first part. Repent towards God, not mere repent. That is happening in the world. That is merely foolishness. Repent towards God. This repentance is towards God. This is not a mere repentance. तो यीशु मसीह के बुलाहट को स्वीकार करते हुए मनुष्य को क्या करना है? परमेश्वर की ओर मन फिराने के लिए अपने हाथ को बढ़ाना है. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങോട്ടൊക്കെയുള്ള മാനസാന്തരം? ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. അപ്പൊ ദൈവം കൈനീട്ടുകയാണ്. ദൈവം കൈനീട്ടുമ്പോൾ ആ നമ്മളും ഇതാ എനിക്കിഷ്ടമാണ് അങ്ങയോടുകൂടെ ജീവിക്കാൻ എന്ന് കൈനീട്ടലാണ് ഈ മാനസാന്തരം. കൈയല്ല, ഹൃദയം നീട്ടലാണ് ഈ മാനസാന്തരം. When God the Father is stretching out his hand to receive us, we also in response to that stretching our hand, this is called the repentance towards God. तो परमेश्वर जब हाथ बढ़ाए हैं कि हमें उसके पास बुलाने के लिए, तो हमारा भी हाथ वरन अपने हृदय को बढ़ाना है, परमेश्वर की ओर मन फिराओ. ഇത് മനസ്സിലാക്കാൻ വിവാഹ ആലോചന നടത്തുന്ന കുടുംബങ്ങളിലേക്ക് പോയാൽ മതി. ഒരാലോചന വന്നു, ആ പുരുഷൻ ഇന്ന ഒരു ഫോട്ടോ ഒഴിച്ച ഡീറ്റെയിൽ അയച്ചു. ഉടനെ തന്നെ വധുവിന്റെ വീട്ടുകാർ നോക്കിയിട്ട് വേണ്ട, ഞങ്ങൾ കൈ നീട്ടൂല എന്ന് പറയുന്നത് പോലെയാണ് ഇയാൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ. This we clearly understand from a proposal that is made between two people who decides to marry. When the photo is sent to the man, the man's family does not like the photo of that girl and they don't want to marry or go ahead. इसके उदाहरण स्वरूप में मान लो कि शादी के लिए जब प्रपोजल होता है तो दूल्हे के साइड में उन लोगों ने अपनी प्रोफाइल भेजा, फोटो भेजा, लेकिन दुल्हन के साइड से उन्होंने कहा कि नहीं, हम ये शादी नहीं करना चाहते हैं. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. What does it mean? That it means that we don't want to live with you. इसका अर्थ क्या है? तुम्हारे साथ हम जिंदगी बिताना नहीं चाहते. ഹല്ലേലൂയ. ദൈവം ഇതാ തന്റെ കൈ നമ്മുടെ നേരെ നീട്ടുകയാണ്. ഇതാ എനിക്ക് നിങ്ങളോട് ഒരുമിച്ച് താമസിക്കണം. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും എന്ന ബൈബിളിന്റെ അവസാന അധ്യായങ്ങളുടെ വാക്യം എനിക്ക് സ്ഥാപിച്ചെടുക്കണം എന്ന തലത്തിൽ എനിക്ക് നിങ്ങളോടുകൂടെ താമസിക്കണമെന്നും പറഞ്ഞ് ദൈവം നമ്മളുടെ നേരെ തൻ്റെ ഹൃദയത്തിന്റെ കൈ നീട്ടുകയാണ്. So God is stretching out his hand of his heart, that as the word says that the tabernacle of God is with the man and God the Father want to abide in us. परमेश्वर अपने हाथ को हम उसके हृदय के हाथ को हमारी ओर बढ़ा रहा है, क्योंकि वो चाहता है कि हमारे साथ में डेरा करें. जिस प्रकार पवित्र कलाम के अंतिम भागों में लिखा है, परमेश्वर का तंबू मनुष्य के साथ है और वो मनुष्य के साथ निवास करेगा. മക്കളെ, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ?
ഞാൻ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇത് നിങ്ങളുടെ അകത്ത് കയറ്റാനായിട്ടൊന്ന് ശ്രമിക്കുകയാ. 6000 വർഷമായി പിശാച് മക്കളെ ഇട്ട് വട്ടം കറക്കുന്നേ. ഇതാ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നമ്മുടെ നേരെ കൈനീട്ടുന്നു. ഞാൻ നിങ്ങളോട് കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി മുതൽ ആദ്യത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കേണ്ടതിന് എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് ഈ മക്കൾ പാപം ചെയ്ത് അപ്പനെ ഓടിക്കുകയാണ്. ഇത് തിരിച്ചറിയേ. So, my dear children, you understand that God the Father is still behind you, that He says that He wants to dwell with you. But without paying attention to that, we keep us away from the invitation of Father. हम चाहते हैं कि सभी लोग ये सच्चाई को समझे. 6000 साल से सच्चाई हमसे जो है दूर रहा है. परमेश्वर ने उत्पत्ति में आदम के साथ में रहना चाहा, फिर बाद में उसने कहा लोगों से कि मेरे निवास स्थान बनाओ. लेकिन इंसान हमेशा पाप के कारण परमेश्वर को अपने पास से दूर भगाता था. ഇതാ അവസാനം ഈ അന്ത്യകാലത്ത് തന്റെ മകനെ വിട്ടിരിക്കുകയാണ്. ഇത് പറയാൻ വേണ്ടി ഒരു ദല്ലാൾ എന്നതുപോലെ വിട്ടിരിക്കുകയാണ്, ഒരു മധ്യസ്ഥൻ എന്നതുപോലെ വിട്ടിരിക്കുക. ആ മകൻ വന്നിട്ട് പറയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്. So in the end time, God the Father is sending His Son with the message that the kingdom of God is at hand, so you repent unto God. अंतिम समय में परमेश्वर ने अपने पुत्र को भेजा ये संदेश लिए हुए एक मध्यस्थी होकर कि अब तो तू मन फिरा. പിശാച് ആ സന്ദേശത്തെ ഇങ്ങോട്ട് തന്നെ കളഞ്ഞു. എന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് യേശു കാൽവരി മരിച്ചു എന്നൊരു സന്ദേശം കൊടുത്തു. And taking that particular message away, instead of Satan gave another message that at Calvary you are redeemed. लेकिन शैतान ने तब भी क्या कर दिया कि परमेश्वर के साथ में रहने वाला वो संदेश को दूर निकाला, सिर्फ क्रूस का संदेश रखा है. That's right. Hallelujah. ദൈവത്തോടു കൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ എഗ്രിമെന്റ്, ആ കവണന്റ് നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഇതാ യേശു നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് യേശു വിശ്വസിച്ച നിനക്ക് സ്വർഗം കിട്ടും എന്ന ഒരു തലം. അത് ഹയർ ലെവലാണ്, ലോവർ ലെവല് അതുപോലുമില്ല. യേശുവിനെ സ്വീകരിച്ചാൽ മതി എന്ന് മാത്രമായി. So He took away the firm covenant that Jesus wants to establish us, that we may get united with God. Instead, He gave us the message that we are redeemed by the blood of Jesus Christ. तो शैतान ने परमेश्वर के साथ में रहने वाला वो संदेश का भाग हमसे दूर कर दिया है. सिर्फ इतना कभी कभी दिलाता है कि यीशु के में विश्वास करने से तेरी मुक्ति होगी, तेरे पापों की माफी होगी. ഹല്ലേലൂയ. ഇതാ മറ്റൊരു വിവാഹം വന്നു. ആ വിവാഹം വന്നപ്പോ ഇതാ ആദ്യത്തെ വിവാഹം വന്നു. ആ മോള് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ ഇതാ വേറൊരു വിവാഹം വന്നു, അതിനെനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള ആ ചിന്ത വന്ന് കൈ നീട്ടിയതുപോലെ നമ്മൾ ഈ സന്ദേശം കേട്ട് മാനസാന്തരത്തിന്റെ കൈ നീട്ടിയാൽ അവർക്ക് വേണ്ടിയാണ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ രക്തം. The blood of Jesus Christ at Calvary is for those people who stretch out their hand towards God, having listened to the message. तो अगर उस बेटी ने दूसरा एक प्रपोजल आने पर उसने अगर सहमति की, तो इसी तरह जब हम मन फिराते हैं तो हम हाथ बढ़ा रहे हैं परमेश्वर के साथ सहमति के लिए. ഈ പെൺകുട്ടിക്ക് ഈ പുരുഷനുമായി അല്ല എങ്കിൽ ഈ വ്യക്തിയുമായി ഒരുമിച്ച് ജീവിതം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ഒരു ഭീകരന്റെ പിടിയിലാണ്. This girl wants to get married with this man, but this woman is in the clutch of another powerful person. उस लड़की को इच्छा है कि इस पुरुष के साथ मेरी विवाह हो, लेकिन वो किसी एक भयंकर व्यक्ति के हाथ में है. അപ്പോ ഈ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? So what has to be done in order to this marriage has to take place? ये शादी होने के लिए पहले क्या होना है? വിവരമുള്ള ആർക്ക് വേണേലും പറയാം. ഈ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്താ? പിതാവിങ്കിലേക്കുള്ള മാനസാന്തരം പറഞ്ഞപ്പോ അവര് തയ്യാറായി, കൈനീട്ടി. പക്ഷെ വിവാഹം നടക്കൂല. കാരണം ഇവനുമായിട്ട് വേറൊരു അഗ്രിമെന്റ് കിടക്കുക. മനസ്സിലായോ? ഇവനുമായിട്ട് വേറൊരു അഗ്രിമെന്റ് കിടക്കുക. ഇവൻ വിട്ടുകൊടുക്കില്ല.
ആദ്യം അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഈ ചോദിക്കണേ നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായില്ല ഒന്നും? Go ahead. Go ahead. So what is to be done in order for this marriage to take place? You say that repentance is enough. Repentance is not enough. Even though he has repented, he is in the clutches of this powerful man. And another thing has to take place before this marriage has to take place. तो जब इंसान तैयार है, उसने मन फिराव के लिए अपना हाथ बढ़ाया, लेकिन वो एक शक्तिशाली एक दुष्ट के वश में उसके हाथों में है, तो पहले उसमें से उसे छुड़ाना है. ഇപ്പോ രണ്ടുപേരും തയ്യാറാണ്. സ്വർഗസ്ഥ പിതാവ് തയ്യാറാണ് നേരത്തെ തന്നെ ഇവരോടുകൂടെ മനുഷ്യരോട് ജീവിക്കാൻ. ഇപ്പൊ മനുഷ്യനും തയ്യാറാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടൂ എന്ന് പറഞ്ഞപ്പോ മനുഷ്യനും തയ്യാറാണ് ദൈവത്തോടു കൂടെ ജീവിക്കാൻ. മനുഷ്യനും കൈ നീട്ടി. പക്ഷേ ഇവർക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ മനുഷ്യർ ഓൾറെഡി മറ്റൊരുവന്റെ പിടിയിലാണ്, പിശാചിന്റെ മരണത്തിന്റെ പിടിയിലാണ്. God the Father already wants to abide with man, and that's why he sent his son. And now the man, having listened to the message of Jesus Christ, is also willing to receive Jesus, but still he is not able to get united with Father as he is in the clutches of this powerful man. पिता परमेश्वर ने अपना हाथ बढ़ाया हुआ है मनुष्य को अपने पास में रखने के लिए, अपने साथ जिलाने के लिए, और मनुष्य भी तैयार है, उसने अपना हाथ बढ़ाया है, लेकिन वो किसी एक दूसरे आदमी के वश में है. ഹല്ലേലൂയ. അപ്പൊ ഈ ദൂസര ആദ്മിനെ എന്ത് ചെയ്യണം? അവനെ പിശാചിനെ തകർക്കണം, അല്ലെ? അവനെ തകർത്തെങ്കിൽ മാത്രമേ ഈ മനുഷ്യനെയും തന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവിനെയും കൂടി ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുള്ളൂ. The Satan has to be crushed and bruised that this man can live in the house of God. उस दूसरे व्यक्ति जो शैतान है, उसका नाश करने से ही परमेश्वर के साथ वो रह सकता है. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൈനീട്ടി മാനസാന്തരപ്പെട്ടവർ, അതാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. ആദ്യം ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നീ ദൈവത്തിലേക്ക് കൈനീട്ട്, ദൈവം കൈനീട്ടിരിക്കുന്നത് പോലെ. അതിനുശേഷം നിന്നെ ആ കൈ ദൈവത്തോട് പിടിപ്പിക്കേണ്ടതിന് അവനെ തട്ടും. ആരെ? പിശാചിനെ തട്ടും, അവനെ തകർത്ത് കളയും. അതോടുകൂടെ എന്റെ നാമം വിളിച്ചു പറഞ്ഞാൽ നിനക്ക് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുന്ന സുവിശേഷം. Go ahead. The Satan shall be crushed and bruised immediately, that man may be away from Satan and be united with the Father. तो परमेश्वर के नेता को स्वीकार करके जब हम भी हाथ बढ़ाते हैं, तो परमेश्वर क्या करता है? अपने पुत्र के द्वारा उस शैतान का नाश कर डालेगा. ഹല്ലേലൂയ. അപ്പോ സ്വല്പം മാറിയുന്നേ. പിതാവ് അവിടെ നിന്നേ, അവിടെ ഇതാ രണ്ട് കൈ നീട്ടിയിരിക്കണ കണ്ടോ? രണ്ട് കൈ നീട്ടി പിതാവ് മനുഷ്യരോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം വന്ന് ആര് പറഞ്ഞു? ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന് പറയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തി മാനസാന്തരത്തിന്റെ കൈ നീട്ടി. രണ്ടുപേരും തമ്മിൽ കൈ നീട്ടിയിരിക്കുക, പക്ഷെ കൂട്ടിപ്പിടിക്കാൻ പറ്റൂല. വ്യത്യാസം മനസ്സിലായോ? God the Father has sent his son Jesus Christ with the message that man may repent unto God, that he may get united with God. And so the man has also stretched out his hand, and Jesus is there as a mediator, but as he is under the clutches of this Satan, he is not able to go to Father. प्रभु यीशु ने आकर यह संदेश दिलाया कि परमेश्वर का राज्य निकट है, इसलिए मन फिराओ. और इंसान भी चाहता है परमेश्वर के पास अपना हाथ बढ़ाकर परमेश्वर के साथ मिल जाए, लेकिन वो हाथ दोनों मिल नहीं सकते हैं. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ക്രൂശിലെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഈ ക്രൂശിലെ ശുശ്രൂഷയിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തുകയും
ദയവ് ചെയ്ത് ഉറങ്ങല്ല ഈ സമയത്ത്. നിങ്ങളെ ഉറക്കുന്നത് വേറെ ആരുമല്ല, പിശാചാണ് നിങ്ങളെ ഉറക്കുന്നത്. ദയവ് ചെയ്ത് ഉറങ്ങല്ലേ പ്ലീസ്. ഇതൊന്ന് അകത്ത് കയറട്ടെ ഈ മരുന്ന്. ശ്രദ്ധിച്ചേ, ഇവരെ തമ്മിൽ ഒന്നാക്കണമെങ്കിൽ പിശാചിനെ ഒഴിവാക്കണം, അവനെ തോൽപ്പിക്കണം. അതിനുവേണ്ടി യേശു ക്രിസ്തു എന്താ ചെയ്തെന്നറിയാമോ? ഇവരെ തമ്മിൽ ഒന്നാക്കാൻ കാൽവരി ക്രൂശിൽ വെച്ച് പിശാചിനെയും അവന്റെ സൈന്യത്തെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ വെച്ച് അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ, അങ്ങോട്ട് പൊക്കോളോട്ടോ, ശ്രദ്ധിച്ച കേട്ടോ, അവിടെ ഞാൻ പറയുമ്പോൾ തൻ്റെ മരണത്താൽ നീക്കി. ഇതാ പുത്രൻ കാൽവരിയിൽ വാ, ഇങ്ങോട്ട് കൈനീട്ട്, അതിൽ കയറി പിടിക്കരുത്, ഇങ്ങോട്ട് കൈനീട്ട്. ഈ കാൽവരിയിൽ പുത്രൻ മരിക്കുമ്പോൾ തൻ്റെ രക്തത്താൽ സംഭവിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോളോ. പിശാച് പരാജയപ്പെടുന്നു. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്കിവിടെ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ശ്രദ്ധിക്കുക, ഈ പിശാച് ഇവിടുന്ന് വിട്ടുപോയ ഉടനെ തന്നെ ഈ കൈ കയറി പിടിച്ചോളണം. ഈ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നിനക്ക് ഇവനിൽ നിന്ന്, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ യേശു എന്ന നാമമില്ലാതെ വേറൊരു നാമമില്ലാന്ന് ഓർത്തോളണം. ഓക്കെ. At the cross, by the death of Jesus Christ, the man who was in the hand of Satan was separated from him that he may get united with the Father. And now he doesn't have any more authority over man. यीशु मसीह के क्रूस पर की मृत्यु से यह हुआ कि यीशु मसीह ने क्रूस पर शैतान को हरा डाल दिया और उसके सारे हथियारों को नीचे रखाकर उस पर जय जयकार की ध्वनि सुनाई. अब इसके द्वारा इंसान का मेल हो सकता है परमेश्वर के साथ. ഈ കാഴ്ച നിങ്ങളൊന്ന് നോക്കിയേ. ദൈവം ഇങ്ങോട്ട് കൈ നീട്ടുന്നു, മനുഷ്യൻ മാനസാന്തരത്തിന്റെ കൈ ദൈവത്തോളിലേക്ക് നീട്ടുന്നു. പക്ഷെ രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായ യേശു നിൽക്കുകയാണ്. ഈ കവണന്റ് നിറവേറ്റുന്ന മഹാപുരോഹിതനായി നിൽക്കുകയാണ്. Jesus Christ stands as a chief priest who makes this firm covenant between God the Father and God the Father and man has stretched their hand. देखिए यहाँ पर ये दृश्य में जैसे हम देख रहे हैं, परमेश्वर ने हाथ बढ़ाया हुआ है, मनुष्य ने भी हाथ बढ़ाया हुआ है, लेकिन वे दोनों मिल नहीं सकते. तो इन दोनों के बीच में प्रभु यीशु बिछुआई होकर खड़ा है. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൈ ഇതുപോലെ അകന്നല്ല ഇരിക്കണേ. ഈ കൈ ഓൾറെഡി ഞാനും പിതാവും ഒന്നാണ്. Jesus and his Father are one. They are united together. यीशु मसीह और परमेश्वर पिता एक हैं. അവർ ഒരിഷ്ടത്തിനു വേണ്ടി ഒരാത്മാവിൽ ഒരു ശരീരമായി പ്രവർത്തിക്കുന്നവരാണ്. ഹെഡ് ആൻഡ് ബോഡി. Jesus and Father, they work together for one intention and head body system. एक ही उद्देश्य के लिए वे एक शरीर होके काम करते हैं. पिता परमेश्वर सिर होते हुए और प्रभु यीशु मसीह देह होते हुए. കാരണഭൂതൻ മുഖാന്തരം. The source and the resource. ये पिता परमेश्वर कारण है और यीशु मसीह उसे करता है. ഹല്ലേലൂയ. ഈ ക്രിസ്തു കാൽവരി ക്രൂസിൽ യാഗമായ സമയത്ത് ഇതുവരെയും ഇതാ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഈ കാൽവരി ക്രൂശിൽ യാഗമാകുന്നതിന് മുമ്പ് ഇവരെ തമ്മിൽ പാപത്താൽ ഒന്നിക്കാൻ കഴിയാതിരുന്നപ്പോൾ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പിശാച് പരാജയപ്പെടുകയും തുടർന്ന് ആരെല്ലാം യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്ക് ഈ കവണന്റിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. Satan was defeated by the death of Jesus Christ at Calvary, and those who believe in the name of Jesus and call upon his name
can get united again with Jesus. यीशु मसीह की कालवरी के मृत्यु से उसने शैतान को हराकर जो कोई यीशु मसीह का नाम पुकारता है और जो चाहता है वो यीशु के पास आ सकता है अभी। ഇതാ കൊലോസ്യർ 2:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. Colossians chapter 2 verse 14 says that having blotted out the bond written in ordinance that was against us, which was contrary to us, and he hath taken it out that away, nailing it to the cross. कोलोसियर 2:14 में लिखा है, और विधियों का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसे क्रूस पर कीलों से जड़कर सामने से हटा दिया और उसे प्रधानों और अधिकारियों के ऊपर से उतार कर उनका खुल्लम खुला तमाशा बनाया, क्रूस के द्वारा उन पर जय जयकार की ध्वनि सुनाई. ഇതാ ഈ വ്യക്തി ഒന്ന് മരിക്കുന്ന പോലെയൊക്കെ ഒന്ന് കാണിച്ചു നോക്കണേ, തല ഇങ്ങനെ ഇട്ടാ മതി കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഈ വ്യക്തി, അതായത് കർത്താവ് യേശു കാൽവറിൽ ക്രൂശിൽ മരിക്കുമ്പോൾ പിശാചും അവൻ്റെ കൂട്ടരും ആയുധവർഗം വെച്ച് കീഴടങ്ങിയാണ്, പരാജയപ്പെടുകയാണ്, അങ്ങോട്ടേക്ക് മറിഞ്ഞു പോയിക്കൊള്ളണം. ഓക്കെ, ഇതാ യേശു ക്രിസ്തുവിനെ ആളുകൾ കാൽവറി ക്രൂശിൽ കൊല്ലുകയാണ്. ഈ സമയം യേശു ക്രിസ്തു ഇതാ മരിക്കുകയാണ്. ഈ മരിക്കുന്ന സമയം പിശാച് പരാജയപ്പെടുകയാണ്. പിശാച് ഈ പരാജയപ്പെടുകയാണ്. ഇതാ ഇദ്ദേഹം ഇവിടെ കയറി പിടിച്ചും കഴിഞ്ഞു. നോക്കിയേ, കവണന്റ് എസ്റ്റാബ്ലിഷ് ആയ കണ്ടോ? സ്വർഗസ്ഥ പിതാവുമായി ഈ ജനങ്ങൾ ക്രിസ്തുയേശുവിലൂടെ ഒന്നായി. The time Jesus died on the cross at Calvary, the power of Satan was defeated, and then the man is united with Father through Jesus. देखिए, जब यीशु मसीह क्रूस पर मारा गया तो उसने शैतान को हरा दिया, तो इंसान शैतान के वश से छुटकर उसका हाथ अभी परमेश्वर के साथ अभी मेल हो चुका है. ഹല്ലേലൂയ. हालेलुया. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇതുകൊണ്ടാണ് യോഹന്നാൻ 17:23, 21, 11, 1 തിമോത്തി 2:5, ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം വായിക്കാം. അവിടെ എല്ലാം പറയുന്നത് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളിൽ ഒന്നായി തീരണം. ഇതാണ് നിരപ്പിന്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. ആ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ ആണ് പുതിയ ഉടമ്പടിയെ സ്ഥാപിതമാക്കുന്നത്. As in Gospel of John, it is said that as Jesus and God the Father are alike and they are one, the man also has to get united as Jesus is one with God. And this is a new covenant. और यूहन्ना 17 में 21 में और इत्यादि वचनों में जिस तरह से हम पढ़ते हैं, यीशु मसीह कहता है जैसे पिता और मैं एक है वैसे वे भी एक हो जाए हमारे साथ में. ഹല്ലേലൂയ. നമ്മൾ നല്ലൊരു പങ്കും പിശാചും കള്ളപ്രവാചകന്മാരും കുരുടന്മാരായ വഴികാട്ടികളും ഇവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട നല്ല ദൈവദാസന്മാരും ദൈവമക്കളും എന്ത് ചെയ്യുന്നറിയാമോ? യേശുവും പിതാവും ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവരെന്ത് ചെയ്തു? ഇവരിവിടെ കയറി പിടിച്ചിട്ടുമില്ല, യേശു ആണ് പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പിതാവിനെ അങ്ങ് കട്ട് ചെയ്തു. So those servants of God who preach unto the congregation as they are unaware that the God the Father and his Son are one, they believe that God the Father and Son are one, and one person, and they preach unto the congregation. Hence, the church has not yet united with Jesus, and that they may get united with the Father. तो ये बात है, गलती ये हुई है बहुत सारे लोगों को जो सच्चे दिल के परमेश्वर के दास हैं, वे भी गलतियों में फंसे हुए बहुत सारे, ये कि यीशु मसीह और पिता जो एक है उस बात को उन्होंने माना कि वे एक ही व्यक्ति है. എന്ത് സംഭവിച്ചു? അതിലൂടെ ന്യൂ കവണന്റ് ക്യാൻസൽ ആയിപ്പോയി. As it is not preached properly, the new covenant was cancelled. इस कारण से नया वाचा वो नहीं रहा भी. ഇതുപോലെ പല ഡോക്ടറിലൂടെയും പുതിയ കവണന്റിന്റെ ഉടമ്പടിയെ ക്യാൻസൽ ചെയ്തിട്ട്
യേശു ക്രിസ്തുവിനെ വേറൊരു തലമാക്കി മാറ്റി യേശു തന്നെയാണ് പിതാവായ ദൈവം എന്നാക്കി മാറ്റിയിട്ട് ഈ യേശുവിൻ്റെ പേരിൽ ഇതാ ഇവിടെ കുറെ മതപരിപാടികൾ തുടങ്ങി. And many doctrines have made the congregation believe that Jesus is Father and what God the Father has intended has not yet happened. इस तरह के अनेक उपदेशों से उन्होंने क्या कर दिया, यीशु को ही पिता मानकर इंसान को उसके कारण उसके नाम से अनेक धर्म बनाए हैं. ഇതിന്റെ ഇടയിൽ പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ അവർ വിളിച്ചു പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, ഞങ്ങൾ നിരപ്പിന്റെ ശുശ്രൂഷ, ആ നിരപ്പിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ സ്ഥാനപതികളായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് പകരക്കാരായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവേ. That's why people of God who are like Saint Paul says, as we stand as an ambassador on behalf of God, we say that you get united with Father. इसीलिए ही पौलुस और ऐसे कुछ प्रभु के दासों ने कहा है, हम प्रभु के जगह में खड़े होकर आपसे कहते हैं कि परमेश्वर के साथ मेल मिलाप हो जाओ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം പറഞ്ഞിട്ട് അവര് യേശുവിനെ കർത്താവെന്നും പറഞ്ഞു വേറൊരു തലത്തിലേക്ക് അങ്ങോട്ട് പോയി. അതുകൊണ്ട് ന്യായവിധി ദിവസം കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിനൊന്നുമല്ല എൻ്റെ പിതാവോടുകൂടെ ജീവിക്കുന്നത്, പകരം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ പിതാവോടുകൂടെ ജീവിക്കുകയുള്ളൂ, സ്വർഗരാജ്യം അവകാശമാക്കുകയുള്ളൂ. And unto these people Jesus says that you call me Lord, Lord, hence you shall not inherit the kingdom, but those who did the will of God shall inherit my Father's kingdom. ऐसे लोगों को जिन्होंने प्रभु यीशु को कुछ अलग ही कर दिया है, उनसे प्रभु यीशु कहेगा उस दिन में, मुझे प्रभु प्रभु कहने वाला नहीं बल्कि मेरे पिता की इच्छा करने वाला ही प्रभु परमेश्वर के साथ में जी सकेगा. പ്രിയ സഹോദരങ്ങളെ, ആ വേർഡ് മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒരു ദൈവ പൈതൽ എന്താണ് കേൾക്കേണ്ടതെന്നോ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം 2 കൊരിന്ത്യർ 5:19-20 വ്യക്തമായി പറയുന്നു. And what a servant of God has to do and a child of has to do is written in 2 Corinthians chapter 5 verse 19. तो एक परमेश्वर के सेवक के नाई क्या करना चाहिए, ये बात 2 कोरिन्थी 5 उसके 19 में लिखा हुआ है, 28 में लिखा हुआ है. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ലോകത്തിന്റെ മനുഷ്യരുടെ ലംഘനങ്ങളെ കണക്കിടാതെ, ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. It is written there that God was in Christ reconciling the world unto himself. यहाँ लिखा है 19 में, परमेश्वर ने मसीह में होकर अपने साथ संसार का मेल मिलाप कर लिया. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഈ നിരപ്പിന്റെ വചനം ദൈവദാസനായ പൗലോസിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. And this ministry of reconciliation is handed over to the servant of God, Saint Paul. फिर कहा है कि ये मेल मिलाप की सेवा प्रभु के लोगों के हाथ में सौंप दिया है. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദാസിയെ, ദൈവമക്കളെ, ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണോ, ഈ നിരപ്പിന്റെ വചനങ്ങളാണോ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്, അതോ ഏതോ സഭയിലേക്ക് ആളുകളെ ചേർക്കുന്ന കാര്യമാണോ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്? So my dear servants of God and children of God who listen to me, are you given with this message or any other message that invites you just to church alone? तो हमें सुनने वाले प्रभु के दासों और बच्चों, आपसे पूछना चाहता है, क्या ये मेल मिलाप की वचन परमेश्वर ने आपके पास दिया है या किसी भी कलीसिया के साथ लोगों को मिलाने के वचन? പ്ലീസ് ആൻസർ. ഈ നിരപ്പിന്റെ വചനം കയ്യിലുണ്ടോ, അതോ യേശുവിൽ വിശ്വസിക്കൂ എന്ന് മാത്രം പറഞ്ഞ് അരഗോസ്പൽ പറയുകയാണോ ദൈവത്തോടുള്ള മാനസാന്തരമില്ലാതെ? Are you still preaching the half gospel that you turn to Jesus without preaching the proper message? कृपया आप सोचें, क्या आप सही रूप से मेल मिलाप के वचन को प्रचार कर रहे हो या यीशु मसीह में विश्वास करो इतनी आदि सुसमाचार को सुनाकर छोड़ते हो? ആദ പകുതി
നല്ല വിശേഷം. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം കട്ട് ചെയ്തു, യേശുവിലുള്ള വിശ്വാസം നിലനിർത്തി. അപ്പോസ്തലപ്രവൃത്തി 20:21 പറയുന്നു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുന്നവനും അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. കാരണം ദൈവവുമായി ക്രിസ്തുവിലൂടെ ഒന്നാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. Reconciliation unto God and faith in Jesus Christ are two essential things for the new covenant to get established. तो इस नई वाचा के लिए परमेश्वर की ओर की मन फिराव को छोड़कर सिर्फ यीशु मसीह पर के विश्वास के बारे में बोलते हैं. യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം, അത് നമ്മൾ ഓർക്കാൻ പോവുകയാണ്. ആ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ പേരാണ് ബ്ലഡ് ഓഫ് ദി കവണന്റ്. ഈ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ചൊരിഞ്ഞ രക്തം. The blood that Jesus Christ was shed on Calvary is called the blood of covenant, and he shed his blood that God the Father and man may get united. यीशु मसीह के क्रूस का लहू जिसको हम स्मरण करने पर है, वह उसका ये भी नाम है कि वाचा का लहू. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ 5:20 പറയുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി നിന്നുകൊണ്ട് ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരമായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ആകാശത്തിന് കീഴിൽ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു നാമം. Saint Paul in 2 Corinthians chapter 5 verse 20 says, we are ambassadors therefore on behalf of Christ, as though God were entreating by us, we beseech you on behalf of Christ, ye be reconciled to God. इसीलिए ही पौलुस फिर कहता है, हम मसीह के राजदूत होकर तुमसे निवेदन करते हैं कि परमेश्वर के साथ मेल मिलाप हो जाओ. और ये कैसे हो सकता है? केवल एक ही रास्ता है, आकाश के नीचे एक ही नाम जो दिया गया है, प्रभु यीशु मसीह का नाम. ഹല്ലേലൂയ. മാർക്കോസ് സുവിശേഷം 14:24 വായിക്കുമ്പോൾ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിയാൻ പോകുന്ന രക്തത്തെക്കുറിച്ച് ആ തിരുവത്താഴ ശുശ്രൂഷയുടെ ആ സമയത്ത്, ഒടുക്കത്തെ അത്താഴത്തിന്റെ സമയത്ത് പറയുന്ന ഒരു വാക്യം നമുക്ക് കേൾക്കാം. Mark chapter 14:24, where Jesus at the time of his last supper, what he speaks is mentioned there. मरकस 14 उसके 24 से लेकर हम पढ़ते हैं उन बातों को जो यीशु मसीह ने प्रभु भोज के समय में कहा था. ഇത് ആ വീഞ്ഞെടുത്തിട്ട് പറയാണ്, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ദ കവണന്റ്. This is my blood of the covenant, which is poured out for many. उसने दाखरस लेते हुए इस प्रकार कहा, ये वाचा का मेरा वह लहू है जो बहुतों के लिए बहाया जाता है. യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം എന്തിന്റെ രക്തം? ബ്ലഡ് ഓഫ് ദ കവണന്റ്. ഈ കവണന്റ് ഉറപ്പിക്കാൻ താൻ ചൊരിഞ്ഞ രക്തമാണ് കാൽവരിയിൽ നമ്മുടെ പാപങ്ങളെ കഴുകി പിശാചിനെ പരാജയപ്പെടുത്തി നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഒന്നാക്കുന്നത്. The blood that Jesus Christ shed at Calvary is redeeming us and uniting us one with Father and defeating the power of Satan which has over us. यीशु मसीह ने कलवरी पर बहाया हुआ लहू वो वाचा का लहू है जिसके द्वारा हमें हमारे पापों से धोकर शुद्ध कर कर परमेश्वर पिता के साथ हमें मेल करता है. അതുകൊണ്ട് രക്തത്തിലും ക്രൂശിലും അവസാനിപ്പിക്കരുത്, രക്തത്തിലും ക്രൂശിലും തുടങ്ങിയിട്ട് പുതിയ ഉടമ്പടിയിൽ ദൈവത്തോടു കൂടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൽ വന്ന് അവസാനിക്കണം. ഇതാണ് സന്ദേശം. So you should enter into the new covenant without stopping it in the faith and in the reconciliation. तो लहू में अंत न किए हुए हमें उसके बाद में जो पिता के साथ
वाचा जो हमें बांधना है उसमें हमें प्रवेश उसमें जाना है। അതുകൊണ്ട് ഒന്നുകൂടി പറയാം, അതുകൊണ്ട് രക്തത്തിൽ അവസാനിപ്പിക്കരുത്, ക്രൂശിൽ അവസാനിപ്പിക്കരുത്, രക്തത്തിലും ക്രൂശിലും തുടങ്ങിയിട്ട് പുതിയ ഉടമ്പടിയിൽ സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതത്തിൽ വന്ന് അവസാനിക്കണം. You should not end in the blood and the cross of Jesus, but you have to begin from the blood and the cross, and then you should enter into the new covenant. इसलिए हमें लहू और क्रूस में अंत नहीं करना है, बल्कि लहू और क्रूस में शुरू करते हुए पिता परमेश्वर उसके साथ जो वाचा है जिसके द्वारा हमें अनंत जीवन मिलता है उसमें हमें समाप्त करना है। ശ്രദ്ധിക്കുക, 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 മനസ്സിലാക്കുക. ഉടമ്പടിയുടെ രക്തം മനുഷ്യരെ കഴിഞ്ഞകാല പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സൗജന്യമായി വിടുവിക്കുന്നു. ഉടമ്പടി മനുഷ്യരെ അവരുടെ ദൈവത്തോടു കൂടെയുള്ള നിത്യഭാവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. The blood of the covenant freely redeems men from the penalty of past sins. The covenant ushers men into an eternal future with their God. जबकि लहू इंसान के पूर्व काल के पाप और उसका जो फल है उससे उसे छुटकारा दिलाता है, वाचा इंसान परमेश्वर के साथ का अनंत जीवन है वो दिलाता है। ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കവണന്റിന്റെ പേപ്പർ. യേശു ക്രിസ്തുവിനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചില്ലേ? ആ കർത്താവായി സ്വീകരിച്ച സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സന്ദേശം ആരും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് സ്വീകരിച്ചോളണം. വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. The Bible says the repentance unto God, and if you have not listened, listen now. तो ये आमंत्रण जो है हमें परमेश्वर की ओर में मन फिराने के लिए, यदि किसी ने वो नहीं किया, स्वीकार किया, तो अब कर सकते हैं। അങ്ങനെ ദൈവത്തിങ്കിലേക്ക് ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ടവർ അവർ ഇതാ പുതിയ ഉടമ്പടിയുടെ വ്യക്താക്കളാണ്. അതൊരു എൻഗേജ്മെന്റ് ആണ്. അതിന്റെ പേപ്പർ കൈ പിടിച്ചു, ഇതാണ് നിന്റെ ഉടമ്പടി. അങ്ങനെ ദൈവത്തോട് മാനസാന്തരപ്പെടുവാൻ തീരുമാനമെടുത്തവർ, ദൈവവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവർ, ആ തീരുമാനമെടുത്തവർക്കുള്ള എൻഗേജ്മെന്റ് പേപ്പറാണിത്. ആ എൻഗേജ്മെന്റ് പേപ്പർ ഇത് നിന്റെ ഉടമ്പടിയാണ്. ഈ എൻഗേജ്മെന്റ് പേപ്പറും കൈ പിടിച്ചോണ്ട് വേണം നീ എങ്ങോട്ട് ചെല്ലാൻ? ഉടമ്പടി നടപ്പിലാക്കുവാൻ, കടന്നു വരുവാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് പിടിച്ചുകൊണ്ട് വേണം നടക്കുവാൻ. So you have to walk with this agreement that you have made at Calvary towards the new covenant. तो आप जिन लोगों ने इस प्रकार सहमति व्यक्त किया है, हमें जो आमंत्रण है वो हम स्वीकार करना चाहते हैं, उनके पास में दिया जाता है वो समझौते का जो कागज, उसको लेकर हमें चलना है. നീ പുതിയ ഉടമ്പടിയുടെ വ്യക്താവാണ്. പുതിയ ഉടമ്പടി എന്താണ്? ഇതാ ദൈവത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുകയാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ ഒരുമിച്ച് ജീവിക്കുക. ഇതെപ്പോഴും മനസ്സിൽ വേണം. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി ഒരു വീട്ടിൽ ജീവിക്കാനാണ്. So you should always walk with the thought that you are walking with Jesus Christ, that you may live in the house of God with Father. तो उस नए वाचा के वक्ता होकर उसके बाद से हम जिएंगे, ये हमें समझते हुए कि पिता परमेश्वर के साथ उसके घर में हम मसीह यीशु के द्वारा हम रहेंगे. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം നീ കാത്തുകൊള്ളണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ രക്ഷിക്കപ്പെട്ടു ശരിയാണ്, പക്ഷെ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്ക് ദൈവത്തോടു കൂടിയുള്ള ജീവിതം, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. That's why St. Paul says that I ran well, I ran a race well, and I kept my faith. Now there is a crown that is waiting for me. तो जब हम जीते हैं तो उस वाचा में लिखे हुए नियमों का पालन करना है. जिसलिए ही पौलुस ने कहा, मैंने अच्छी दौड़ दौड़ी है, मैंने दौड़ को पूरा किया है, अब मेरे लिए परमेश्वर के साथ जीने के लिए उस धार्मिकता का मुकुट रखा गया है. എന്നാൽ ഇങ്ങനെ ഒരു നിയമവുമില്ല, ഇങ്ങനെ ഒരു ഉടമ്പടിയില്ല, ഇങ്ങനെ ഒരു ഉടമ്പടി ഞങ്ങൾ ചെയ്തിട്ടുമില്ല. ഈ ഉടമ്പടി ഇതാ ഞങ്ങൾ കളയാൻ വേണ്ടി പിശാച് പല രീതിയിലും നമ്മുടെ ഇടയിലേക്ക് വരും. അങ്ങനെ ഈ ഉടമ്പടി വലിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവസാനം യേശു നിന്നെ തുപ്പും. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിന്ന്
തുപ്പിക്കളയുന്നു എന്ന് പറയാൻ ഇടവരരുത്. And as you have not kept this record with you, Jesus may spit it out as you are a lukewarm, and that should not be your portion. लेकिन अगर हम इस वाचा या उसके नियम दोनों का पालन नहीं करेंगे और उसे फेंक देंगे, तो यीशु मसीह भी उन ऐसे लोगों को उगल देगा, क्योंकि वो कहेगा तुम न तो गरमाइश हो न ठंडे हो. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ നല്ല ഓട്ടം ഓടണം, വിശ്വാസം കാക്കണം, ഇത് വിട്ടുകളയരുത്, ഇത് മുറുകെ പിടിച്ചോളണം അന്ത്യത്തോളം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞത് അവിടെ യേശുവാണ് എൻ്റെ കർത്താവ്. സ്വർഗീയ പിതാവുമായി നമ്മൾ എങ്ങനെയാ ഒന്നാകണേ? യേശു ക്രിസ്തുവിലൂടെയാണ് ഒന്നാകുന്നത്. യേശു നമ്മളെ അംഗീകരിച്ചാൽ സ്വർഗീയ പിതാവുമായി ഒന്നായി. യേശു നമ്മളെ തുപ്പിയാൽ നമ്മൾ എന്നേക്കുമായി ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ ആ കവണന്റ് നടക്കത്തില്ല. പകരം യേശു നമ്മളെ സ്വീകരിച്ചാൽ ആ കവണന്റ് സാധ്യമാകും. ഇതാണ് പുതിയ ഉടമ്പടി. So therefore, we have to run a good race and have to keep our faith well. If Jesus receives us, we have a good life with God the Father. Whereas if Jesus spits out us, seeing us as lukewarm, we cannot inherit the kingdom. इसलिए हमें अच्छी दौड़ को दौड़नी है और विश्वास का पालन करना है, क्योंकि यदि प्रभु यीशु हमें अंगीकार करे अपने पिता के सामने तो हम स्वीकृत होंगे, नहीं तो हम तिरस्कृत होंगे. ഇതാണ് 1 തെസ്സലോനിക്കർ 5:9-10 വാക്യങ്ങൾ പറയുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോട് ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് പുതിയ ഉടമ്പടി. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് ക്രിസ്തു മുഖാന്തരം കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം, ബ്ലഡ് ഓഫ് ദ കവണന്റ് മുഖാന്തരം താനുമായി ഒന്നാകേണ്ടതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. So God has not called us unto wrath, though we sleep or awake. God has called us to get united with Jesus Christ to God the Father. इसलिए ही पहला थिस्सलुनीकी 5 उसके 9 में लिखा है, परमेश्वर ने हमें क्रोध के लिए नहीं बुलाया, बल्कि इसलिए कि चाहे हम जागते हो कि सोते हो, मसीह के द्वारा हम पिता के साथ में रह सके. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിൽ കൊണ്ടുപോകാൻ നമ്മുടെ വിശ്വാസം അവസാനിപ്പിക്കരുത്. ക്രിസ്തുവിൽ വിശ്വാസം ആരംഭിക്കണം. എന്തിനു വേണ്ടി? പുതിയ ഉടമ്പടി, സ്വർഗസ്ഥ പിതാവോടുകൂടെ ക്രിസ്തുവിലൂടെ ഒന്നായി തീരാൻ എന്നെല്ലാവരും മനസ്സിലാക്കുക. സാത്താൻ കഴിഞ്ഞ നാളുകളിൽ പുതിയ ഉടമ്പടി സഭയിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആ എടുത്തു കളഞ്ഞതിനെ തിരികെ സഭയിൽ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനാണ്. ആര് മുഖാന്തരം? ക്രിസ്തു യേശു മുഖാന്തരം, കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം. അതിന്റെ പേരാണ് ബ്ലഡ് ഓഫ് ദ കവണന്റ്. So what was being excluded by Satan once again is restored by God the Father. That's why through the blood of Jesus Christ, the new covenant is again get established. इसलिए हमें हमारे विश्वास को प्रभु यीशु में समाप्त नहीं करना है, बल्कि प्रभु यीशु मसीह के विश्वास में शुरू होकर पिता परमेश्वर के साथ हमेशा के लिए रहने के लिए यीशु मसीह के द्वारा हमें दी जाने वाली उद्धार में हम विश्वास करें, जो कि पहले शैतान ने हमसे दूर किया था, लेकिन प्रभु की आत्मा हमें वापस दे रहा है. ക്രൂശിൽ വെച്ച് ഇവരുടെ ശത്രുത്വം ഇല്ലാതെയാക്കി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി അവരെ തന്നിൽ ഒന്നാക്കി മാറ്റി. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതാണ് ദൈവത്തിന്റെ കുടുംബം. ഇതാണ് പുതിയ ഉടമ്പടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. At the cross, Jesus Christ, with his death, he wiped out what was written against man, and he brought man back to God, and man and God the Father is now united. And this is what Jesus did at Calvary, and this is the house of God. परमेश्वर यीशु मसीह ने अपने कलवरी के क्रूस के काम से ये किया कि परमेश्वर को इंसान के साथ एक कर दिया या मेल कर दिया उसके पुत्र यीशु मसीह के द्वारा. अब वे एक परिवार हो चुके हैं. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്, അല്ലാതെ
പിതാവിനെ ഒഴിവാക്കിയിട്ട് പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ പുത്രനോട് മാത്രമായിട്ടല്ല, അവസാനവും ഇപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയും പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ് എന്ന് തിരിച്ചറിയുക. തന്ത്രങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തത്തില്ല. This is why Saint John through his gospel says that our fellowship is not with Jesus alone, our fellowship is with Jesus and Father. इसलिए ही प्रेरित यूहन्ना ने अपनी पत्री में इस प्रकार लिखा कि हमारी सहभागिता पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के साथ में है. अगर हम कहें कि हमारी सहभागिता सिर्फ यीशु मसीह के साथ में है तो ये सही नहीं हो सकता है. इस बात को हमें दूर करना है. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരും നിങ്ങളെ ചതിക്കരുത്. ഇതാ പുതിയ ഉടമ്പടി, ന്യൂ കവണന്റ് ദൈവം പുതിയ നിയമസഭയിലേക്ക് തിരികെ സ്ഥാപിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. The new covenant of God is once again re-established in church which was deceived by Satan, and let his name be glorified. देखिए, परमेश्वर ने पूरा नई वाचे को कलीसिया में वापस स्थापित किया है और परमेश्वर ही की महिमा हो हमेशा के लिए. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുമെന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ പുതിയ ഉടമ്പടിയുടെ ആ ക്ലൈമാക്സ് ഇന്ന് എന്തെന്ന് വളരെ വ്യക്തതയോടെ അങ്ങ് ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ വലിയ ആ അബ്ദം, പിശാച് ഞങ്ങളെ തോൽപ്പിച്ചത് അങ്ങ് ഇപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങുമായുള്ള ഉടമ്പടി സ്ഥാപിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിന്റെ ഓർമ്മയ്ക്കായി പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന ആ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് ഇതാ അടിയങ്ങളെ ഒരുമിച്ച് അങ്ങ് കടത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഈ ശുശ്രൂഷയിൽ തുടർന്ന് പങ്കെടുക്കുവാൻ പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം കേട്ട വചനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പുതിയ ഉടമ്പടിയുടെ പകുതി മാത്രം, യേശുള്ള വിശ്വാസം മാത്രം നമുക്ക് ഇതുവരെ ആയിരുന്നുവെങ്കിൽ ഇതാ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തിന്റെ കരം ഹൃദയം നീട്ടിക്കൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് ഒരു നിമിഷം വരാമോ? ഇതാ അപ്പാ, ഞാൻ അങ്ങയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ധൂർത്തപുത്രൻ മടങ്ങി ആ അപ്പനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ അങ്ങയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ടെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ. ഇതാ അപ്പൻ ഉടനെ നമുക്ക് തരുന്ന ജീവിക്കുവാൻ, നമ്മൾ അപ്പനോടുകൂടെ ജീവിക്കുവാൻ അപ്പൻ നമുക്ക് തരുന്ന ആ ഗിഫ്റ്റാണ്, ആ സമ്മാനമാണ്, ഒരേ ഒരു വഴിയാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ, അതിൽ താൻ ചൊരിഞ്ഞ രക്തത്താൽ, ബ്ലഡ് ഓഫ് ദ കവണന്റ്, ആ രക്തത്തിന്റെ സ്ഥാപിക്കപ്പെട്ട ആ ഉടമ്പടി, പ്രിയ സഹോദരങ്ങളെ, അതിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കുക. ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാകാം. ദൈവത്തിന് സർവ്വമഹത്വം കൊടുക്കുകയാണ്. ഈ സന്ദേശത്തിന് തണലിലായിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം കൂട്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹം ഒരിക്കലും ക്രിസ്തു നിങ്ങളെ തുപ്പിക്കളയാൻ ഇടയാകാതെ ക്രിസ്തു നമ്മളെ സ്വർഗീയ പിതാവിന്റെ മുമ്പിലും തന്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റു പറയുവാനായിട്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതാ താഴ്ത്തി ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സർവ്വമഹത്വ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയരെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ധ്യാനം ഏപ്രിൽ 1 അതുകൊണ്ട് ഒരുങ്ങുക, നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾ തന്നെ മറ്റു പലരെയും ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് സഹായിച്ച കുഞ്ഞുങ്ങളോട്, ഇവിടെ കടന്നു വന്ന് സഹായിച്ച മക്കളോടും എല്ലാം നന്ദി അറിയിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഒരല്പസമയം മുന്നോട്ടേക്ക് പോയി എന്നോട് ക്ഷമിക്കുക. താങ്ക് യു, താങ്ക് യു.